കൂട്ടുകാരെ, നമ്മുടെ പാഠപുസ്തകത്തിലെ 8-ാം അധ്യായം കത്തോലിക്ക സഭയും ഇതര ക്രൈസ്തവ സഭകളും എന്ന അധ്യായമാണ് നാം ഇന്ന് വിശകലനം ചെയ്യുന്നത്. ഇന്ത്യ പല സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും കൂടി ചേർന്ന ഒരു രാജ്യമാണ്. ഈ സംസ്ഥാനങ്ങൾക്കെല്ലാം സ്വന്തം ഭരണകൂടവും ഭാഷയും ജീവിത രീതികളുമുണ്ട്. ഇങ്ങനെ പ്രാദേശികമായി നമ്മൾ പല പേരിൽ അറിയപ്പെടുമ്പോൾ നാം എല്ലാം ചേർന്നതാണ് ഇന്ത്യ എന്ന മഹാരാജ്യം. കത്തോലിക്ക സഭയും ഇതുപോലെ വിവിധ പ്രാദേശിക സഭകളുടെ ഒരു കൂട്ടായ്മയാണ്. എന്നാൽ ഒരു കാലത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്നതും വിഭജനത്തിലൂടെ സ്വതന്ത്രമായതുമായ രാജ്യങ്ങളാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും. ഇവ രണ്ടും ഇന്ന് ഇന്ത്യയുടെ ഭാഗമല്ല, സ്വതന്ത്ര രാഷ്ട്രങ്ങളാണ്. ഇതുപോലെ കത്തോലിക്ക സഭയിൽ നിന്നും കാലാകാലങ്ങളിൽ പിരിഞ്ഞുപോയി രൂപം കൊണ്ടതാണ് ഇതര ക്രൈസ്തവ സഭകൾ. കത്തോലിക്ക സഭയെയും ഇതര ക്രൈസ്തവ സഭകളെയും കുറിച്ച് ഒന്നുകൂടി വിശദമായി നമുക്ക് മനസ്സിലാക്കാം. മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനായ ഈശോ മിശിഹ സ്ഥാപിച്ചതാണ് കത്തോലിക്ക സഭ. ക്രിസ്തു സഭയുടെ ശിരസ്സും സഭ ക്രിസ്തുവിന്റെ ശരീരവുമാണ് എന്ന് കൊളോസ്യ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യത്തിലും എഫേസ്യ ലേഖനം 5-ാം അധ്യായം 23-ാം വാക്യത്തിലും നമ്മൾ വായിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരമായ സഭ വളർന്നത് അപ്പോസ്തലന്മാരുടെ പ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിതമായ വിവിധ സഭാ കൂട്ടായ്മകളിലൂടെയാണ്. ഈ പ്രാദേശിക സഭകളെക്കുറിച്ചാണ് പൗലോസ്ലീഹ റോമായിലെ സഭ, കൊറിന്തിയിലെ സഭ, അന്ത്യോക്യയിലെ സഭ, എഫേസൂസിലെ സഭ എന്നൊക്കെ പറയുന്നത്. ഈ കാലഘട്ടത്തിൽ തന്നെ ഭാരതത്തിൽ മാർത്തോമാ സ്ലീഹായുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ വഴി മാർത്തോമാ ക്രിസ്ത്യാനികളുടെ സഭയും രൂപപ്പെട്ടു. എന്നാൽ കാലാകാലങ്ങളിൽ സഭയുടെ പ്രബോധനങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയും അബദ്ധ സിദ്ധാന്തങ്ങളും തന്മൂലമുണ്ടായ വിഭജനങ്ങളും വഴി വേറിട്ട് സ്വതന്ത്ര സഭകളായി രൂപം കൊണ്ടവരാണ് ഇതര ക്രൈസ്തവ സഭകൾ എന്ന് പറയപ്പെടുന്നത്. കത്തോലിക്ക സഭയ്ക്ക് പ്രധാനമായും 4 ലക്ഷണങ്ങളാണുള്ളത്. ഓരോ വിശ്വാസ പ്രമാണത്തിലും നാം അത് ഇപ്രകാരം ഏറ്റുചൊല്ലുന്നു: ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ 4 ലക്ഷണങ്ങൾ നമുക്ക് ഓരോന്നായി വിശകലനം ചെയ്യാം. 1. സഭ ഏകമാണ്. ദൈവം ഏകനാണ്. ദൈവത്തിന്റെ ഏകപുത്രൻ സ്ഥാപിച്ച സഭ ഒന്നേ ഉള്ളൂ. അത് കത്തോലിക്ക സഭയാണ്. അത് മിശിഹായുടെ മൗതിക ശരീരമാണ്. ഈ മൗതിക ശരീരത്തോട് ചേർന്ന് നിൽക്കാത്തത് എല്ലാം സഭയുടെ ഏകത്വത്തിനും ഐക്യത്തിനും എതിരായി പ്രവർത്തിക്കുന്നവരാണ്. ഈശോ മൂലക്കല്ലായി അപ്പോസ്തലന്മാരാകുന്ന അടിത്തറമേൽ പണിയപ്പെട്ടതാണ് കത്തോലിക്ക സഭ. കത്തോലിക്ക സഭയിൽ നിന്ന് പിന്നീട് പിരിഞ്ഞുപോയവരാണ് ഇതര ക്രൈസ്തവ സഭകളെല്ലാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനമേ ഉള്ളൂ. അതെ, കത്തോലിക്ക സഭ ഏകമാണ്. 2. സഭ വിശുദ്ധമാണ്. സഭയുടെ പരിശുദ്ധിയുടെ ഉറവിടം ദൈവം തന്നെയാകുന്നു. സഭാംഗങ്ങളുടെ വിശുദ്ധിയെ അടിസ്ഥാനമാക്കിയല്ല സഭ വിശുദ്ധമാണ് എന്ന് പറയുന്നത്. സഭാംഗങ്ങൾ എല്ലാവരെയും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ വിശുദ്ധി ഈശോ മിശിഹായാൽ കേന്ദ്രീകൃതമാണ്. എഫേസ്യ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഈശോ സഭയെ വിശുദ്ധീകരിക്കുകയും കുറവുകളില്ലാതെ മഹത്വീകരിക്കുകയും കളങ്കരഹിതയും പരിശുദ്ധിയുമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്തിരിക്കുന്നു. അതെ, കത്തോലിക്ക സഭ വിശുദ്ധമാണ്. 3. സഭ ശ്ലൈഹികമാണ്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർപ്പെട്ടതാണ് സഭ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. അപ്പോസ്തലന്മാരാകുന്ന അടിത്തറമേൽ പണിയപ്പെട്ടിരിക്കുന്ന കത്തോലിക്ക സഭ ശ്ലൈഹികമാണ്. അപ്പോസ്തലന്മാരിലൂടെ പകർന്നു കിട്ടിയ ദൈവവചന പൈതൃകം ഏറ്റവും വിശ്വസ്തയോടും ആധികാരികമായും കാത്തുസൂക്ഷിക്കുന്നത് കത്തോലിക്ക സഭയിലാണ്. അപ്പോസ്തല പ്രമുഖനായ പത്രോസിന്റെ പിൻഗാമിയായി മാർപ്പാപ്പാമാരാൽ ഇന്നും സഭ നയിക്കപ്പെടുന്നു. അതാണ് സഭ ശ്ലൈഹികമാണ് എന്ന് പറയുന്നത്. 4. സഭ കാതോലികം അഥവാ സാർവത്രികമാണ്. സകല മനുഷ്യർക്കും രക്ഷ പ്രദാനം ചെയ്യുന്നതിനാണ് ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ചത്. കത്തോലിക്ക എന്ന പദത്തിന്റെ അർത്ഥം എല്ലാവർക്കും വേണ്ടി എന്നാണ്.
കാതോലിക എന്ന പദത്തിന്റെ അർത്ഥം സാർവത്രികം അഥവാ യൂണിവേഴ്സൽ എന്നാണ്. മനുഷ്യന്റെ ജാതി, വർണ്ണം, വർഗം എന്നിവയെ അതിലംഘിച്ച് വിശ്വാസത്തിലുള്ള സാർവത്രികതയാണ് മനുഷ്യവർഗം മുഴുവനും വേണ്ടിയുള്ള ഒരു രക്ഷയാണ് സഭ അല്ലെങ്കിൽ ഈശോമിശിഹ വിഭാവനം ചെയ്യുന്നത്. ആ അർത്ഥത്തിലാണ് സഭ സാർവത്രികമാണ് എന്ന് പറയുന്നത്. അടുത്തതായി കത്തോലിക്ക സഭ സഭകളുടെ കൂട്ടായ്മ എന്ന ഭാഗമാണ് നാം മനസ്സിലാക്കുന്നത്. കത്തോലിക്ക സഭ വിവിധ പ്രാദേശിക സഭകളുടെ ഒരു കൂട്ടായ്മയാണ്, എ കമ്മ്യൂണിറ്റി ഓഫ് ചർച്ചസ്. ഈ സഭയിൽ ഉൾപ്പെടുന്നവർക്ക് ഒരേ വിശ്വാസവും ഒരേ കൂദാശകളും ഒരേ ഹൈറാർക്കിയുമാണുള്ളത്. ഹൈറാർക്കി എന്ന് പറയുന്നത് ഭരണക്രമമാണ്. മാർപ്പാപ്പ തലവനായി മെത്രാന്മാരും വൈദികരും നേതൃത്വം നൽകുന്ന സമ്പ്രദായമാണ് കത്തോലിക്ക സഭയിൽ തുടരുന്നത്. അതിനെയാണ് ഹൈറാർക്കി എന്ന് പറയപ്പെടുന്നത്. എന്നാൽ ആരാധനാക്രമം, ആധ്യാത്മികത, ശിക്ഷണക്രമം, ദൈവശാസ്ത്രം എന്നീ കാര്യങ്ങളിൽ വിവിധ പ്രാദേശിക സഭകൾ തമ്മിൽ വൈവിധ്യം നിലനിൽക്കുന്നു. കത്തോലിക്ക സഭയിലെ വിവിധ സഭകളെ ആണ് വ്യക്തിഗത സഭകൾ, അതിൽ ഇൻഡിവിജ്വൽ ചർച്ചസ് എന്ന് പറയപ്പെടുന്നു. സീറോ മലബാർ സഭ ഉൾപ്പെടെ 24 വ്യക്തിഗത സഭകളാണ് കത്തോലിക്ക സഭയിലുള്ളത്. ഇനി ഇതര ക്രൈസ്തവ സഭകൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ചരിത്രത്തിന്റെ ഗതിവിഗതികളിൽ പലവിധ കാരണങ്ങളാൽ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് വിട്ടുപോവുകയും എന്നാൽ ക്രൈസ്തവ വിശ്വാസത്തിൽ തുടരുകയും ചെയ്യുന്ന നിരവധിയായ സഭാസമൂഹങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. ഇവരെയാണ് നമ്മൾ ഇതര ക്രൈസ്തവ സഭകൾ എന്ന് വിളിക്കുന്നത്. ഈ എല്ലാ സഭാവിഭാഗങ്ങളെയും കുറിച്ച് മനസ്സിലാക്കുക പ്രായോഗികമല്ലാത്തതിനാൽ അതിലെ പ്രധാനപ്പെട്ട സഭാവിഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 1. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ. AD 451 കാൽസിദോനിയ സൂനകദോസിന്റെ ക്രിസ്തുവിജ്ഞാനീയമായ തീരുമാനങ്ങളെ അംഗീകരിക്കാതെ സഭാ കൂട്ടായ്മയിൽ നിന്ന് വേറിട്ടുപോയ സഭാ സമൂഹങ്ങളെ പൊതുവായി വിളിക്കുന്ന പേരാണ് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ. ഈ സഭകളെ സംഘടിപ്പിച്ച് അവർക്ക് നേതൃത്വം നൽകിയത് യാക്കോബ് ബുർദായ എന്ന സന്യാസിയാണ്. യാക്കോബിന്റെ നേതൃത്വം സ്വീകരിച്ചവർ എന്ന അർത്ഥത്തിൽ അവരെ പൊതുവെ യാക്കോബായക്കാർ എന്ന് വിളിക്കുന്നു. പ്രധാനമായും 4 സഭാവിഭാഗങ്ങളാണ് ഈ ഗണത്തിലുള്ളത്. അത് അന്ത്യോക്യൻ, അലക്സാണ്ട്രിയൻ, അസീറിയൻ, അർമേനിയൻ എന്നീ വിഭാഗങ്ങളാണ്. മറ്റൊരു ക്രൈസ്തവ സഭ ആണ് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ. കാൽസിദോനിയ കൗൺസിൽ മുതൽ 11ാം നൂറ്റാണ്ട് വരെ സഭ വളർച്ചയുടെ കാലഘട്ടത്തിലായിരുന്നു. വ്യക്തിസഭകളെല്ലാം ഭരണപരമായി ഏറെക്കുറെ സ്വാതന്ത്ര്യം പുലർത്തിയിരുന്നു. ആരാധനാക്രമം, ആചരണങ്ങൾ, അച്ചടക്കം, ഹൈറാർക്കിയുടെ തെരഞ്ഞെടുപ്പ് എന്നിവയിലെല്ലാം ഈ സ്വാതന്ത്ര്യം ദൃശ്യമായിരുന്നു. എന്നാൽ ഏതാനും ചില സൈദ്ധാന്തിക കാര്യങ്ങളിൽ പാശ്ചാത്യരും പൗരസ്ത്യരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തു. കാലാന്തരത്തിൽ അവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ വളരുകയും സഭയിൽ ഒരു പിളർപ്പിന് കാരണമാവുകയും ചെയ്തു. നിക്കോളാസ് I മാർപ്പാപ്പയുടെയും ഗ്രീക്ക് സഭയുടെ തലവനായിരുന്ന ഫോസിയസിന്റെയും കാലഘട്ടത്തിൽ ഈ അഭിപ്രായ വ്യത്യാസം രൂക്ഷമാവുകയും ഫോസിയസിന്റെ പിൻഗാമിയായ മാക്കിൾ ചെറുളാരിയൂസ് പാത്രിയാർക്കീസിന്റെ കാലത്ത് പിളർപ്പ് പൂർണ്ണമാകുകയും ചെയ്തു. AD 1054 9ാം ലെയോ മാർപ്പാപ്പയുടെ പ്രതിനിധികൾ ചെറുളാരിയൂസ് പാത്രിയാർക്കീസിനെ സ്ഥാനഭ്രഷ്ടനാക്കി. എന്നാൽ ഇത് അംഗീകരിക്കാത്ത ഗ്രീക്ക് സഭകൾ മാർപ്പാപ്പയോടുള്ള ബന്ധം വിച്ഛേദിച്ച് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ എന്ന പേരിൽ സ്വതന്ത്ര സഭയായി നിലകൊണ്ടു. ഇതര ക്രൈസ്തവ സഭകളിലെ 3ാമത്തെ വിഭാഗമാണ് പ്രോട്ടസ്റ്റന്റ് സഭകൾ. 16ാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതർ, ജോൺ കാൽവിൻ, ഉൾറിക് സിംഗ്ലി എന്നിവരുടെ നേതൃത്വത്തിൽ യൂറോപ്പിലെ കത്തോലിക്ക സഭയിലുണ്ടായ പിളർപ്പാണ് പ്രോട്ടസ്റ്റന്റ് സഭകൾ രൂപം കൊള്ളാൻ ഇടയാക്കിയത്. മതപരവും സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ പല ഘടകങ്ങൾ ചേർന്നാണ് ഈ പിളർപ്പ് ഉളവാക്കിയത്. വ്യക്തികളുടെയും ക്രമേണ ജനവിഭാഗങ്ങളുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് പുതിയ പുതിയ സഭകൾ ഉണ്ടാകാൻ ഇടയായി. അങ്ങനെ അനേകം പ്രോട്ടസ്റ്റന്റ് സഭാവിഭാഗങ്ങൾ രൂപപ്പെട്ടു. ലൂത്രൻ സഭ, പ്രെസ്ബിറ്റേറിയൻ സഭ, ബ്രദറൻ സഭ, ബാപ്റ്റിസ്റ്റ് സഭ, സാൽവേഷൻ ആർമി എന്നിവയെല്ലാം പ്രോട്ടസ്റ്റന്റ് സഭയിലെ പ്രധാനപ്പെട്ട സഭാവിഭാഗങ്ങളാണ്.
ഈ സഭകൾ തമ്മിൽ വ്യത്യസ്തമായ ആശയങ്ങൾ പുലർത്തുന്നുണ്ടെങ്കിലും രണ്ട് കാര്യങ്ങളിൽ ഇവർക്ക് ഏകാഭിപ്രായമുണ്ട്. അതായത്, വിശ്വാസത്തിലൂടെയുള്ള നീതീകരണം ബൈബിൾ മാത്രമാണ് ദൈവിക വെളിപാടിന്റെ സ്രോതസ്. ഇതുകൂടാതെ ഇംഗ്ലണ്ടിൽ ഹെൻറി എട്ടാമൻ രാജാവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സഭയാണ് ആംഗ്ലിക്കൻ സഭ. നമ്മുടെ പാഠപുസ്തകത്തിന്റെ ആരംഭത്തിൽ വിഖ്യാതമായ നിത്യമാം പ്രകാശമേ നയിക്കുകന്നെ നീ എന്ന പ്രാർത്ഥനാഗാനം എഴുതിയ ജോൺ കാർഡിനൽ ന്യൂമാനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അദ്ദേഹം ആദ്യം ആംഗ്ലിക്കൻ സഭാ വിശ്വാസിയായിരുന്നു. 1845 അദ്ദേഹം കത്തോലിക്ക സഭ വിശ്വാസം സ്വീകരിച്ചു. കത്തോലിക്ക സഭയുടെ വിശുദ്ധ കുർബാന, കാരുണ്യത്തിന്റെ കൂദാശയായ കുമ്പസാരവുമാണ് അദ്ദേഹത്തെ കത്തോലിക്ക സഭയിലേക്ക് ആകർഷിച്ചത്. പ്രിയ കൂട്ടുകാരെ, നമ്മളിന്ന് പ്രധാനമായും ചർച്ച ചെയ്തത് കത്തോലിക്ക സഭ, സഭയുടെ ലക്ഷണങ്ങൾ, കത്തോലിക്ക സഭ, സഭകളുടെ കൂട്ടായ്മ, ഇതര ക്രൈസ്തവ സഭകളായ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ, ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ, പ്രൊട്ടസ്റ്റന്റ് സഭകൾ എന്നിവയെക്കുറിച്ചാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പുസ്തകത്തിന്റെ സഹായത്തോടെ ഒന്നുകൂടി മനസ്സിലാക്കുകയും അതിൽ തന്നിരിക്കുന്ന ബൈബിൾ വാക്യങ്ങൾ ഹൃദിസ്ഥമാക്കി വയ്ക്കുകയും ചെയ്യണം. ഒപ്പം പാഠപുസ്തകത്തിന്റെ അവസാനത്തിൽ ഉത്തരങ്ങൾ കണ്ടെത്താമെന്ന് പറഞ്ഞ് 5 ചോദ്യങ്ങൾ തന്നിരിക്കുന്നതിലെ 2ഉം 3ഉം ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്നുള്ളവയാണ്. അവയുടെ ഉത്തരങ്ങൾ ഒരു പേപ്പറിൽ എഴുതി മനസ്സിലാക്കുവാനും ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.